നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന സബ്ജക്റ്റ് നമ്മുടെ നിത്യതയെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും നിത്യതയുണ്ട്, എല്ലാവർക്കും. എന്നാൽ ആ നിത്യത എവിടെ ചെലവഴിക്കുമെന്നത് നമ്മൾ ഈ ജീവിതത്തിൽ എടുക്കുന്ന ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ആ നിത്യത എങ്ങനെ ചെലവഴിക്കുമെന്നുള്ളത് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചു. ഇത് സത്യത്തിൽ ഇതെവിടെ കൊണ്ട് നിർത്തണം അല്ലെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം എന്നെനിക്ക് ഒരു നിശ്ചയമില്ല. കാരണം ദിസ് ഈസ് എ വാസ്റ്റ് സബ്ജക്റ്റ്. അപ്പോൾ ഐ വിൽ ഗീവ് യു 2 ഓപ്ഷൻസ്. ഓക്കെ, ഒന്നുകിൽ എനിക്കിത് വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോവാം, ഓർ ഐ ക്യാൻ ഡു ഇറ്റ് വെരി സ്ലോ. ഫാസ്റ്റായിട്ട് പറഞ്ഞാൽ ദി ഇഫക്റ്റ് വിൽ ബി ലൈക്ക് ദിസ്. നിങ്ങൾ ഈ ഫയർ എഞ്ചിൻ കൊണ്ടുവന്ന് വെള്ളം അടിച്ച് തീ കെടുത്തുന്ന കേട്ടിട്ട് കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള എത്ര പേരുണ്ട് ഫയർ എഞ്ചിൻ കൊണ്ട് തീ അണയ്ക്കുന്നത് കണ്ടിട്ടുള്ള? അപ്പോൾ ആ ഫയർ ഹോസിനകത്തുനിന്ന് വെള്ളം കുടിക്കുന്നിരിക്കും. ഓക്കെ, കുറച്ച് സ്ലോ ആയിട്ട് പറഞ്ഞാൽ നല്ല ശാന്തമായിട്ടിരുന്ന് സിപ്പ് ചെയ്ത് വെള്ളം കുടിക്കാം. ഏത് വേണം? ശാന്തമായിട്ടിരിക്കണം. പക്ഷെ തന്നെ കുറച്ച് 2-3 ആഴ്ച എടുക്കും. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച് നമുക്കുള്ള പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ഒരു 100-120 വർഷം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഇതിനപ്പുറത്ത് വി ഹാവ് ആൻ ഇറ്റേണിറ്റി, അല്ലേ? അവസാനമില്ലാത്ത, സമയമില്ലാത്ത ഒരു ജീവിതം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ആൻഡ് ആ ലൈഫ് എന്ന് പറയുന്നത് അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ്, യാക്കോബ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് വെറും ആവിയ. ഇറ്റ്സ് നത്തിങ്. കഴിഞ്ഞ ആഴ്ച ഞാൻ കണക്കൊക്കെ പറഞ്ഞു. ഇറ്റ്സ് നത്തിങ്, ഇറ്റ്സ് സീറോ. അപ്പോൾ അതാണ് നമ്മുടെ നിത്യതയുടെ വലിപ്പം. അപ്പോൾ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ഈ നിത്യതയിൽ നമ്മളെ കണ്ടുകൊണ്ടാണ്. നിത്യതയിൽ നമ്മളെക്കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. അത് മനസ്സിൽ കണ്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവം നമ്മളെ എങ്ങനെ സൃഷ്ടിച്ചോ അതിനനുസരിച്ച് നടക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു അഫക്റ്റ് അവർ ഇറ്റേണിറ്റി, അല്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, വേർ യു സ്പെൻഡ് യുവർ ഇറ്റേണിറ്റി ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ഡു വിത്ത് ദ ക്രോസ്, വാട്ട് യു ഡു വിത്ത് ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് യേശുവിനോട് കൂടെ, ദൈവത്തോടു കൂടെ സ്വർഗത്തിൽ വസിക്കാം. ഇല്ല എങ്കിൽ യു വിൽ ബി സെപ്പറേറ്റഡ് ഫ്രം ഗോഡ്. യു വിൽ ഗോ ടു എ പ്ലേസ് വെർ ദർ ഈസ് നോ ഗോഡ്, വെർ ഇറ്റ് ഈസ് സോ ലോൺലി, വെർ ഇറ്റ് ഈസ് സോ ഹോട്ട്, ഹ്യൂമിഡ്, ഹോറിഡ്, thirsty, and where there is all kind of evil. The choice is yours. You can make that decision. And I'm so happy that last week so many kids came forward. I told them in the English worship, I saw myself. I was born again when I was 12 years old. ഇതുപോലെ ഒരു പ്രസംഗം കേട്ടപ്പോഴാണ് I gave my life to Christ. And I was so happy to see so many kids coming forward and giving their life to Christ. Amen. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത്, where we spend the eternity is decided. Now, what are we going to do in eternity? പിശാച് പലപ്പോഴും പലരെയും പറഞ്ഞു പറ്റിക്കുന്ന ഒരു കള്ളമാണ്, that is going to be a very boring place. You're going to live forever. What are you going to do there? നിങ്ങൾ 24 മണിക്കൂർ കൈയടിച്ച് പാട്ടുപാടി വർഷിപ്പ് ചെയ്യുക. There is no fun there. Right? That's what the devil wants to, the devil wants people to believe, and it is a lie. നമ്മൾ ഈ കാണുന്നതിനേക്കാട്ടിലൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് പ്ലേസ് ആണ് സ്വർഗം. ആമേൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച് സ്റ്റാർട്ട് ചെയ്ത വാക്യം മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ? Matthew 7:21.
എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്തു പറയും. Amen. നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു, ഇവര് ദേ നോട്ട് അൺബിലീവേഴ്സ് അല്ലേ, ഇവര് അവിശ്വാസികളല്ല. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാ. കർത്താവേ കർത്താവേ നമ്മൾ ഒരാളെ 2 പ്രാവശ്യം അഡ്രസ് ചെയ്യുക, ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ഇമോഷൻ ഇൻ ദാറ്റ്. സോ ദേ ഇമോഷണലി അറ്റാച്ച്ഡ് ടു ജീസസ്. നിന്റെ വചനം ഞങ്ങൾ പ്രസംഗിച്ചതാ. വി മിനിസ്റ്റേർഡ് യുവർ വേർഡ്, റൈറ്റ്? And we did miracles in your name. Amen. ഇതൊക്കെ ഞങ്ങൾ ചെയ്തതാ. അവരോടാണ് കർത്താവ് പറഞ്ഞത്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. സി, ഈ ഇവിടെ പറഞ്ഞ 4 കാര്യങ്ങൾ ചെയ്യാതെ യു കനോട്ട് ബി എ ക്രിസ്ത്യൻ, അല്ലേ? അല്ലേ? യു നീഡ് ടു ഹാവ് യു നീഡ് ടു ബി എ ബിലീവർ, യു നീഡ് ടു ബി ഇമോഷണലി അറ്റാച്ച്ഡ്, യു നീഡ് ടു മിനിസ്റ്റർ ദ വേർഡ്, യു നീഡ് ടു ഡു മിറക്കിൾസ്, യു നീഡ് ടു ഹാവ് മിനിസ്ട്രി. ഇതുണ്ടെങ്കിൽ നിങ്ങളൊരു ക്രിസ്ത്യാനി ആകത്തുള്ളൂ. But Jesus is saying this is not even enough. This is not enough. And he's saying, adharmam pravartikkunavare, those who practice lawlessness, depart from me. Hallelujah. ഇത് ആരോടാ പറയുന്നത്? It is not somebody who is outside. He's speaking to people who are inside. So we need to be careful. We need to know what we need to do or what we are going to do in eternity. അതിൻ്റെ 15 മുതൽ 20 വരെ വാക്യങ്ങളൊന്ന് വായിച്ചാൽ അതേ അധ്യായം. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചിന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. യേശുക്രിസ്തു ഇത് പറഞ്ഞു തുടങ്ങിയത്, യു ക്യാൻ നോ പീപ്പിൾ ബൈ ദർ ആക്ഷൻസ്, അല്ലേ? ഒരു വ്യക്തിയെ കണ്ടാൽ, അവൻ്റെ പ്രവൃത്തി കണ്ടാൽ, യു നോ വാട്ട് ഈസ് ഹി, ഹൂ ഈസ് ഹി. ഇറ്റ്സ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നല്ല വൃക്ഷത്തിൽ നിന്ന് ആകാത്ത ഫലം പുറത്തു വരികയില്ല. ആകാത്ത വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം പുറത്തു വരികയില്ല. സോ നിങ്ങളുടെ ഫലം എന്താണെന്ന് കണ്ട് യു ക്യാൻ ഡിസേൺ ഹൂ ഇസ് ഗുഡ് ആൻഡ് ഹൂ ഇസ് നോട്ട് ഗുഡ്. യേശുക്രിസ്തു ഇവിടെ പറയുന്നത്, വാട്ട് ഈസ് യുവർ ഫ്രൂട്ട്? നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കുന്നവരാണോ? ഡു യു പ്രാക്ടീസ് ഇനിക്വിറ്റി? ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. ഡു യു പ്രാക്ടീസ് ഇനിക്വിറ്റി? പ്രാക്ടീസ്, നമ്മൾ തെറ്റ് ചെയ്തോ എന്നല്ല ചോദിക്കുന്നത്. ആർ യു കണ്ടിന്യൂയിങ് ഇൻ സിൻ? ആർ യു ജസ്റ്റിഫൈങ് യുവർ സിൻ? Or when you make a mistake, when you commit something, you say, God, I'm sorry, I repent, I want to come back. രക്ഷിക്കപ്പെട്ടിട്ട് ഇപ്പോഴും നമ്മൾ പാപത്തിന് അടിമ ആണെങ്കിൽ, പാപജീവിതമാണ് നയിക്കുന്നതെങ്കിൽ, this is what we are going to hear. And I just want you to imagine the people
നിങ്ങൾ നോക്കൂ, സി ഇൻ ദാറ്റ് ലാസ്റ്റ് ഡേ, അന്നാളിൽ പലരും എന്നോട് വന്ന് പറയും അല്ലേ, many will come and tell me. Can you just imagine the horror on their faces? ഇവരെല്ലാം വരുന്ന എന്ത് പ്രതീക്ഷയോടെയാണ്? അകത്തോട്ട് പോരെ, വാ, എനിക്ക് മുമ്പിൽ വാതിൽ തുറക്കുമെന്ന പ്രതീക്ഷയോടെ വരുന്നത്, റൈറ്റ്? And at that point, imagine Jesus standing in front of the gate and telling you, no, I never knew you. Just imagine that situation. Just imagine that situation. നേരത്തെ വായിച്ചാൽ താഴോട്ടൊന്ന് വായിക്കാം. Okay, read Luke 12:2-5. അതിനിടെ പുരുഷാരം തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം 1000 തിങ്ങിക്കൂടിയപ്പോൾ അവൻ ആദ്യം ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങിയത്, പരീശന്മാരുടെ പുളിച്ചമാവായ കപടഭക്തി സൂക്ഷിച്ചുകൊള്ളുവീൻ. മൂടി വച്ചതൊന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ല. ആകയാൽ നിങ്ങൾ ഇരുട്ടത്ത് പറഞ്ഞതെല്ലാം വെളിച്ചത്ത് കേൾക്കും, അറകളിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ ഘോഷിക്കും. എന്നാൽ എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീൻ, അതെ അവനെ ഭയപ്പെടുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Amen. ആരെ ഭയപ്പെടണം? ദൈവത്തെ ഭയപ്പെടണം. നമുക്ക് ദൈവത്തെ ഭയമുണ്ടെങ്കിൽ will not do the things that we do. We cannot do the things that we do if we fear God. Hallelujah. And the fear that we are going to stand in front of God one day. Hallelujah. We're going to stand in front of Him. And He is a righteous judge. He does not look at your face. And He's going to ask us, He's going to make a judgment. He's going to make a decision. What if that decision is against you? Hallelujah. നിങ്ങളിതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുക. ഐ എം ഹോപ്പിംഗ് ദാറ്റ് യു വിൽ ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ഈ നിത്യതയെ അടിസ്ഥാനം ആക്കിയുള്ളതായിരിക്കണം, നിത്യതയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കണം. Because at the end of this, there is going to be a judgment. And how I am going to be judged depends on what we do now. മത്തായി 7:25 ഒന്ന് വരാമോ? 24 മുതൽ വായിച്ചോളൂ. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവരൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീടിന്മേൽ അലച്ചു. അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ആമേൻ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് യേശു വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, എൻ്റെ ഈ രണ്ടുപേരും നല്ല വീടാണിത്. ആമേൻ. രണ്ടുപേരുടെ പണിത വീട് വളരെ ഭംഗിയുള്ളതാണ്. പുറത്തുനിന്ന് നോക്കിയാൽ വീടിനൊക്കെ ഭയങ്കര ഭംഗിയാണ്. പക്ഷെ വ്യത്യാസം, ഒരുത്തൻ കേട്ട വചനം പ്രമാണിച്ചു, മറ്റവൻ കേട്ട വചനം
പ്രമാണിച്ചില്ല. ആമേൻ. രണ്ടുപേരും വചനം കേട്ടു, ഒരുത്തൻ പ്രമാണിച്ചു, ഒരുത്തൻ പ്രമാണിച്ചില്ല. പ്രമാണിച്ചവനെ കുറിച്ച് പറയുന്നത് അവൻ പാറമേൽ അടിസ്ഥാനമുള്ള വീടാണ് പണിതത്. ആ വീടിൻ്റെ മേൽ കാറ്റടിച്ചു, വൻമഴ ചൊരിഞ്ഞു, ആ വീടിന് ഒന്നും പറ്റിയില്ല, മറ്റത് പൊളിഞ്ഞുപോയി. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 33:6 വായിക്കാമോ? അത് മോനെ NLT ഒന്നിടാമോ? നിന്റെ കാലത്ത് സ്ഥിരതയും രക്ഷാസമൃദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടാകും. യഹോവ ഭക്തി അവരുടെ നിക്ഷേപമായിരിക്കും. Hallelujah. In that day he will be your sure foundation, providing a rich store of salvation, wisdom and knowledge. The fear of the Lord shall be your treasure. എന്താണ് നമ്മുടെ നിക്ഷേപം? It is the fear of the Lord. യെശയ്യാ പ്രവചനം 11:2 നമുക്കറിയാം അല്ലേ? ഈശായുടെ കുട്ടിയിൽ നിന്ന് ഒരു മുള പുറപ്പെടും, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. ഹല്ലേലൂയ. എന്തിന്റെ ആത്മാവാണ്? പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിൽ ആയിരിക്കും. ഐസയ 11:4. അവന്റെ his delight shall be in the fear of the Lord. ഹല്ലേലൂയ. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. നമ്മുടെ ജീവിതം കെട്ടിപ്പൊക്കുന്നത്, ജീവിക്കുന്നത് യഹോവ ഭക്തിയിൽ. ഇഫ് ഇറ്റ് ഇസ് ഓൺ ദ ഫിയർ ഓഫ് ദ ലോർഡ്, അന്ന് ദൈവസന്നിധിയിൽ നിൽക്കാൻ നമുക്ക് പ്രാഗൽഭ്യം കാണും, നമുക്ക് ഉറപ്പുണ്ടായിരിക്കും. കാരണം I lived my life with the fear of the Lord. Hallelujah. Praise the Lord. How do we live our life? യെശയ്യാ പ്രവചനം 5-ാം 20-23 വരെ ഒന്ന് വായിക്കാമോ? യെശയ്യാ പ്രവചനം 5-ാം 20-23 വരെ. തിന്മയ്ക്ക് തിന്മ എന്നും നന്മയ്ക്ക് നന്മ എന്ന് പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം. വീഞ്ഞു കുടിപ്പാൻ വീരന്മാരും മദ്യം കലർത്തുവാൻ ശൂരന്മാരുമായുള്ളവർക്ക് സമ്മാന നിമിത്തം ദുഷ്ടനെ നീതീകരിക്കുകയും നീതിമാന്റെ നീതിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ ഇസ്രായേലിന്റെ നേരെ നോക്കി വിളിച്ചു പറയുകയാണ്, നന്മയെ തിന്മ എന്ന് വിളിക്കുന്നവർക്ക് അയ്യോ കഷ്ടം, നീതിയെ മറിച്ച് കളയുന്നവർക്ക് അയ്യോ കഷ്ടം, സമ്മാനം വാങ്ങി നീതിയെ മറിച്ച് കളയുന്നവർക്ക് അയ്യോ കഷ്ടം, മധുരത്തെ കയ്പും കയ്പിനെ മധുരവും ആക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. 5-ാം 20-23 വാക്യങ്ങളാണ്. 6-ാം അധ്യായത്തിൽ ഈ യെശയ്യാവ് അയ്യോ കഷ്ടം, നിങ്ങൾക്കെല്ലാം അയ്യോ കഷ്ടം എന്ന് വിളിച്ചു പറഞ്ഞ യെശയ്യാവ്, he saw the glory of God. ആമേൻ. അവൻ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് അവൻ എന്താ പറഞ്ഞു? എനിക്ക് അയ്യോ കഷ്ടം. Woe unto me. That is the fear of the Lord. Amen. Examine your life. Am I living in the fear of the Lord? ഞാൻ ചെയ്യുന്ന കാര്യം എന്തിനു വേണ്ടി ഞാൻ ചെയ്യുന്നത്? Am I doing it for something else or am I doing it in the fear of the Lord? Hallelujah. യേശുവിനെ കുറിച്ച് എബ്രായ ലേഖനം 1-ാം 9-ാം പറയുന്ന, നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിച്ചു. അല്ലേ? You have Hebrews 1:9. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും. Thou hast loved righteousness and hated iniquity, hated sin.
Do you love righteousness and hate sin? അതുകൊണ്ട് നിന്റെ ദൈവം നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. Hallelujah. Do we hate sin? Do we fear the Lord? ഫിലിപ്പിലേഖനം 2:12 ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. With fear and trembling. Philippians 2:12. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. Hallelujah. Bible is the word of God, അല്ലേ? ഇത് എഴുതിയത് പൗലോസാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ അരികത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടു, അതുപോലെ ഞാൻ ദൂരത്തായിരിക്കുമ്പോഴും ഞാൻ പറഞ്ഞത് കേൾക്കണം. Now imagine this is from God. Imagine this is from God. When you don't feel the presence of God, when you are in a place where you think God is not responding, how do you respond? How do you live? Do you live with fear and trembling? Or you think, oh, God wouldn't know, God wouldn't see? Hallelujah. If you have the fear of the Lord, you will always keep that in mind. God knows everything that I do. Hallelujah. He sees everything that I see. Hallelujah. എബ്രായ ലേഖനം 4:12 ഒന്ന് വായിച്ചേ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെ വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ ഭാവങ്ങളെയും ചിന്തകളെയും വിവേചിക്കുന്നതും ആകുന്നു. ഹല്ലേലൂയ. The word of God can discern what you're thinking, what is going on in your mind. Hallelujah. നമ്മൾ നേരത്തെ വായിച്ചു, അന്നാളിൽ മറച്ചു വെച്ചിരുന്നതെല്ലാം വെളിപ്പെട്ട് വരും. You know the thoughts that are going through your mind? നിങ്ങൾ അകത്ത് ചിന്തിച്ചത് പുറപ്പുറത്ത് വിളിച്ചു പറയുന്നു. Just imagine. Just think about that. What was going on in your mind will be made public. When Hebrews 4:12. ഇല്ലേ അതല്ലേ? Okay. Hallelujah. We should live our life based on the fear of the Lord. Hallelujah. 1 Corinthians 9:24. You can put it in NLT. 1 Corinthians 9:24-25 വാക്യങ്ങൾ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുകയും. ഹല്ലേലൂയ. അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. Amen. Don't you realize that in a race everyone runs, but only one person gets the prize? So run to win. All athletes are disciplined in their training. They do it to win a prize that will fade away, but we do it for an eternal prize. Hallelujah. പൗലോസ് പണ്ട് ഒളിമ്പിക് മത്സരങ്ങൾ നടക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒലിവിലയാണ് സമ്മാനം. ഓടി ജയിച്ചാൽ ഒലിവില കിട്ടും. ആ ഒലിവില 4 ദിവസം കഴിയുമ്പം
വാടിപ്പോ. ആമേൻ. പൗലോസ് പറയുകയാണ്, നമ്മൾ വാടാത്ത കിരീടം പ്രാപിക്കാനാണ് നമ്മൾ ഓടേണ്ടത്. വി റൺ ഫോർ ആൻ ഇറ്റേണൽ പ്രൈസ്. ആമേൻ. പൗലോസ് പറയുന്നത്, സോ 26 വാക്യം 26. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. ആമേൻ. മറ്റുള്ളവരോടും മതി. 26 വാക്യം, സോ I run with purpose in every step. I am not just shadow boxing. ആമേൻ. വെറുതെ ആരോടൊക്കെ യുദ്ധം ചെയ്യുന്നു എന്ന് വരുത്താൻ വേണ്ടി ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുകയല്ല. I run with purpose because I need to get the prize. I don't want to miss out on this prize. Hallelujah. And it's not easy. I'm not saying it's easy. അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിന് ലേഖനം എഴുതിയപ്പോൾ 1 തീമോത്തിയോസ് 3 അധ്യായം, I think I sent you last week. 1 തീമോത്തിയോസ് 3 അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, 2 തിമോത്തി 3. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. I'll read. Okay. തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത്, തിമോത്തിയോസേ, അന്ത്യനാളുകളിൽ വളരെ പ്രയാസമുള്ള സമയം വരുമെന്ന് നീ അറിഞ്ഞിരിക്കണം. ആരാ പറയുന്നത് അറിയാമോ? പൗലോസ്. You know what all Paul went through? He was whipped 5 times, 39 lashes each. ഈ ചാട്ടവാറൊന്നും അടിക്കുമ്പോഴത്തേക്ക് they'll tie you to a big post. ഇങ്ങനെ വലിഞ്ഞു കെട്ടും. അതായത് നമ്മുടെ പുറത്തെ മസിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണം അടി കൊള്ളാൻ. They put you like that and thrash you with whips. 39 lashes. Not once, 5 times. 3 വട്ടം കോലിനാൽ അടി കൊണ്ടു. കോലുകൊണ്ട് അടിക്കുന്ന എല്ല് പൊട്ടിക്കാനാ. എല്ല് പൊട്ടി എത്ര പേരുണ്ട് ഇതിനകത്ത്? Nobody? That's great. എങ്ങനെയുണ്ട്? നല്ല സുഖമാണോ? 3 times he was beaten with rods. കല്ലേറും ഉണ്ട്. ആ പൗലോസ് തീമോത്തിയോസിനോട് പറയുകയാണ്, അന്ത്യകാലത്ത് പ്രയാസമുള്ള സമയം വരുമെന്ന് നീ അറിഞ്ഞിരിക്കണം. എന്താണ്? വാട്ട് ഈസ് ഹി സേയിങ്? മനുഷ്യർ തങ്ങളെയും അവരുടെ പണത്തെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ. ഫോർ പീപ്പിൾ വിൽ ലവ് ഓൺലി ദെംസെൽഫ് ആൻഡ് ദ മണി. അവർ വമ്പ് പറയുന്നവരും അഹങ്കാരികളും, സോറി, ഐ മെയ്ഡ് എ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഓഫ് ദാറ്റ്. ഓക്കെ, ഐ എം റീഡിങ് ഫ്രം ദാറ്റ്. അവർ വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൈവത്തെ പരിഹസിക്കുന്നവരും മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നവരും നന്ദി കെട്ടവരുമായിരിക്കും. അവർ ഒന്നും വിശുദ്ധമായി കരുതത്തില്ല. അവർ സ്നേഹമില്ലാത്തവരും ക്ഷമിക്കാത്തവരും ആയിരിക്കും. അവർ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തും. ആത്മനിയന്ത്രണമില്ലാത്തവരായിരിക്കും. അവർ ക്രൂരന്മാരും നല്ലതിനെ വെറുക്കുന്നവരുമായിരിക്കും. അവർ തങ്ങളുടെ സുഹൃത്തുക്കളെ ഒറ്റിക്കൊടുക്കും. അവർ അശ്രദ്ധരും അഹങ്കാരമുള്ളവരും. അവർ ഭക്തിയുടെ വേഷം ധരിച്ച് അവരെ ഭക്തരാക്കുന്ന ശക്തിയെ നിരസിക്കും. അത്തരം ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക. വിഷമാണ്. ഓക്കെ, you should know this, Timothy, that in the last days there will be very difficult times. For people will love only themselves and their money. They will be boastful and pride, scoffing at God, disobedient to their parents and ungrateful. They will consider nothing sacred. They will be unloving and unforgiving. They will slander others and have no self-control. They will be cruel and hate what is good. They will betray their friends. They be reckless, be puffed up with pride, and love pleasure rather than God. They will act religious, but they will reject the power that could make them godly. Stay away from people
like that. Hallelujah. This is a description of somebody who doesn't fear God. Amen. Stay away from them, because you are called for something else, something greater, something bigger. Amen. നമ്മൾ ഓടേണ്ടത് നമ്മുടെ മുമ്പിൽ ഒരു സമ്മാനം വെച്ചിട്ടുണ്ട്, ഒരു പ്രൈസ് വെച്ചിട്ടുണ്ട്, ഒരു റിവാർഡ് വെച്ചിട്ടുണ്ട്. അത് കിട്ടാൻ വേണ്ടി ഓടണം. ദാറ്റ് ഷുഡ് ബി അവർ പർപ്പസ്. എനിക്കത് പ്രാപിച്ചേ മതിയാവും. നിങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവിൻ. ഹല്ലേലൂയ. 2 യോഹന്നാൻ 1:8 വായിക്കാമോ? ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവീൻ. ആമേൻ. ഞങ്ങളുടെ പ്രയത്ന ഫലം കളയാതെ എന്ത് പ്രാപിക്കണം? പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ച് കൊള്ളുവിൻ. എന്ത് പ്രാപിക്കണം? പൂർണ്ണ പ്രതിഫലം, അല്ലേ? വി ഷുഡ് റിസീവ് എ ഫുൾ റിവാർഡ്. ആമേൻ. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? There could be a partial reward, അല്ലേ? And there could be no reward. Amen. നമ്മൾ എന്തിനു സൂക്ഷിക്കേണ്ടത്? That we have to receive a full reward. പൂർണ്ണ പ്രതിഫലം പ്രാപിക്കാൻ തക്കവണ്ണം നമ്മൾ ഓടണം. Hallelujah. Hallelujah. Praise the Lord. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 6 മുതൽ വായിക്കാമോ? ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നുവെന്ന് അറിയുന്നു. ആകയാൽ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. ഒരു മിനിറ്റ്. ആമേൻ. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുവാൻ അഭിമാനിക്കുന്നു. ഹല്ലേലൂയ. പൗലോസിന്റെ ആ മെന്റാലിറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഗോഡ് ലവ്സ് യു, അല്ലേ? ഗോഡ് ലവ്സ് യു സോ മച്ച്, അല്ലേ? നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് ദൈവത്തിനെ കൊണ്ട് നിങ്ങളെ കൂടുതൽ സ്നേഹിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ബിക്കോസ് ഹി ലവ്സ് യു. ഹി ഈസ് ലവ്, റൈറ്റ്? ഗോഡ് ലവ്സ് യു. ആ നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്താലും ഇപ്പൊ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തെ കൊണ്ട് സ്നേഹിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ആമേൻ. ആൻഡ് ദി ഓപ്പോസിറ്റ് ഈസ് ഓൾസോ ട്രൂ. നത്തിങ് ദാറ്റ് യു ഡു is going to make God love you less than how much he already loves you. Amen. ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹം കൂട്ടാനോ കുറയ്ക്കാനോ നിങ്ങൾക്ക് പറ്റത്തില്ല. ഓക്കെ? പക്ഷേ you decide the degree to which you can please God. Amen. ദൈവത്തെ എത്രത്തോളം പ്രസാദിപ്പിക്കാം എന്നുള്ളതിൻ്റെ കടിഞ്ഞാണിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലാണ്. God loves you. Amen. But are you pleasing God? Yes, you are. ദൈവത്തിന് നിങ്ങൾ പ്രസാദമുണ്ട്. But God is more pleased with certain people. ഇവിടെ പൗലോസ് പറയുകയാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുക. I want to please God. ദൈവത്തിന് പ്രസാദമുള്ളത് എനിക്ക് ചെയ്യണം. Amen. I want to please God. That is my attitude. എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം. അടുത്ത വാക്യം.
അവനവൻ ശരീരത്തിലേക്ക് ഇരുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു, എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മനസാക്ഷികളിലും മതി. മുമ്പത്തെ വാക്യം, ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. You know what it says in English? Knowing the terror of the Lord. എന്താ പൗലോസ് പറയുന്നത്? ഒരുത്തൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നമ്മളെല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. And don't think it is easy. പൗലോസ് പറയുന്നത് knowing the terror of God. When you stand there, I know what is the terror of God. Amen. We persuade men, but we are made manifest unto God. I trust who are also made manifest in your consciousness. Hallelujah. We're all going to stand in front of that throne, the Bema throne of God, and we're going to be answerable. And by the way, ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടെങ്കിൽ just give a slap yourself, okay? അടുത്തിരിക്കുന്ന ആളല്ല, for yourself. Amen. Knowing the terror of the Lord. Hallelujah. We're all going to stand in front of that throne. And there is going to be a decision. And that decision is going to be based on what we did here. ഞാൻ ഇച്ചിരി മാറ്റി പറയും. For the time being, let it be so. Hallelujah. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 15 വരെ. I'll read in amplified version. Amen. According to the remarkable grace of God which was given to me to prepare me for my task, like a skillful master builder, I laid a foundation, and now another is building on it, but each one must be careful how he builds it. For no one can lay a foundation other than the one which is already laid, which is Jesus Christ. But if anyone builds on the foundation with gold, silver, precious stone, wood, hay, straw, each one's work will be clearly shown for what it is. For the day of judgment will disclose it, because it is to be revealed with fire, and fire will test the quality and character and worth of each person's work. If any person's work which he has built on this foundation, that is any outcome of his effort, remains and survives the test, he will receive a reward. But if any person's work is burned up by the test, he will suffer the loss of his reward, yet he himself will be saved, but only as one who has barely escaped through fire. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. You work for 55 years, 60 years, you make a lot of investment. ഇതെല്ലാം കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലിട്ട് നിങ്ങളുടെ PF ഫണ്ട്, ആ ഫണ്ട്, ഈ ഫണ്ട് എല്ലാം കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലിട്ടു. ആൻഡ് ദ ഡേ യു retire, the stock market crashed and you lost all your savings. So you're going to live on this earth for another, let's say, 20 to 40 years on this earth with no savings. Amen? You're going to stand in front of the judgment seat of Christ, and your works are going to be judged. It is going to be put to fire. തീ അതിനെ ശോധന ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പ്രവൃത്തി സ്വർണം, വെള്ളി, വിലയേറിയ കല്ല് കൊണ്ടുള്ളതാണെങ്കിൽ തീ അതിനെ നശിപ്പിക്കത്തില്ല. എന്നാൽ മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ടുള്ളതാണെങ്കിൽ അത് വെന്തു പോവും. So you already have the works,
But when you enter eternity, when you go into eternity, you don't have any savings. You don't have anything to spend there. And just imagine for eternity, not 20, 30, 40 years. For all of eternity, നിത്യത മുഴുവൻ, you need to live without anything. How is it going to be? അതുകൊണ്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞത്, നിങ്ങൾ എന്തിനു വേണ്ടി പ്രയത്നിക്കണം? പൂർണ്ണ പ്രതിഫലം കിട്ടണം. ഐ നീഡ് ടു ഗെറ്റ് മൈ ഫുൾ റിവാർഡ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ പ്രാപിക്കാൻ തക്കവണ്ണം ഓടണം. യു നീഡ് ടു റൺ. അത് ചെയ്തില്ലെങ്കിൽ you will be saved, you will be in heaven. But as if, തീക്കകത്ത് നമ്മുടെ വീട് കത്തി ചാമ്പലായി കഴിഞ്ഞാൽ വീട് പോയി, നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാമെന്നല്ലാതെ you have nothing remaining. അതുകൊണ്ടാണ് വചനം വീണ്ടും വീണ്ടും പറയുന്നത്, you need to be sure about your purpose in this life. Hallelujah. 2 പത്രോസ് 1:11 ഒന്ന് വായിക്കാമോ? ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി ലഭിക്കും, ധാരാളമായി പ്രാപിക്കും. ഹല്ലേലൂയ. ഇങ്ങനെ ചെയ്താൽ 2 Peter 1:11 ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഹല്ലേലൂയ. ധാരാളമായിട്ടും പ്രാപിക്കാം, ധാരാളത്തിൽ ഇല്ലാതെയും പ്രാപിക്കാം. And the key is with us. Hallelujah. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ we are going to be judged by what we are called to do. നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല പ്രധാനം. നമ്മളെ എന്തിനു വേണ്ടി വിളിച്ചോ ആ വിളിക്ക് അനുസൃതമായി നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ദൈവം നോക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. വിളിയോ അതെന്നാന്ന് ചോദിച്ചല്ലേ? God has a call for your life. നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ നമ്മൾ എഫെസ്യ ലേഖനം 2:10 വായിക്കുന്നു, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം അത് ചെയ്തു പോരേണ്ടതിന് ദൈവം അവയെ മുന്നൊരുക്കിയിരിക്കുന്നു. ആമേൻ. നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ, before we were created, God has already ordained the good works that we should do. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായി ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടു. നാം അത് ചെയ്തേണ്ടതിന് ദൈവം അവയെ മുന്നൊരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ദൈവം മുന്നൊരുക്കിയ ഗുഡ് വർക്ക്സ് ആണോ നമ്മൾ ചെയ്യുന്നത്? Are we doing that? 139 സങ്കീർത്തനം അതിന്റെ 16 വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. You see this in English? You saw me before I was born. Every day of my life was recorded in your book. Every moment was laid out before a single day had passed. Amen. Are you with me? Before you were born, every single moment of your life was written in God's book.
നമ്മൾ വായിക്കാറുണ്ട്, നമ്മൾ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ പുസ്തകങ്ങൾ തുറക്കും. ഓക്കെ, അതിലൊരു പുസ്തകം, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ബുക്ക് അബൌട്ട് യു. ഗോഡ് ഹാസ് ഓൾറെഡി റിട്ടൺ എ ബുക്ക് അബൌട്ട് യു. എവറിത്തിങ് ഇൻ ദാറ്റ് ബുക്ക്. ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ബുക്കിനകത്ത് ഈ സമയം ഒരേ കാര്യമൊക്കെ എഴുതിയിരിക്കുന്നത്. യു വിൽ ബി ഹിയർ ഇൻ സ്പ്രിംഗ്ഡെയിൽ സ്കൂൾ അറ്റൻഡിങ് ദ ചർച്ച് മീറ്റിംഗ്. എവറി മൊമെന്റ് ഇസ് റിട്ടൺ ദേർ. ഓക്കെ, so what Deva and the, you know what is going to judge? He'll open the book and he'll open your life. Is it matching? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതും നീ ജീവിച്ചതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? That is what you're going to be judged based on. ഹലോ, നിങ്ങൾ ഉറങ്ങിപ്പോയതാണോ? That is what you're going to be judged on. God has a call for us. ദൈവം നമ്മളെ വിളിച്ചതിന് മുന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. Amen? For example, when the book opens, he will call taxi driver Anish. Where are the 20,000 souls that you were supposed to share gospel with? ഞാൻ പറയും, കർത്താവ് ആള് മാറിപ്പോയോ? ഐ ആം പാസ്റ്റർ അനീഷ്. നോ, ഐ എം ടെല്ലിങ് ആൻ എക്സാമ്പിൾ. ഇൻ മൈ ബുക്ക്, your call was to be a taxi driver. You could have shared the gospel with many people who traveled in your taxi. And you could have saved 20,000 souls with your ministry. Amen? And my call was for you was to be an usher in this church. And you became the pastor. No rewards. Amen? Evangelist Wilson, where are the 50,000 souls that he was supposed to preach to? കർത്താവേ, I am salesman Wilson, I am not evangelist Wilson. Amen? Now imagine, I don't want to take any names, okay? There is somebody, some CEO, some woman CEO. She'll come in and tell God, God, I made this for you, I made that for you. I did so many seminars, I supported the ministry. God is going to ask you, where are the 3 children that I wanted you to raise in godly fear? Amen. If you walked according to the calling of God, you will receive the full reward. If not, nothing. Nothing. Hallelujah. Actually, I don't want to stop it here because time is up. Amen. Think about this seriously. We'll continue next week. Think about this seriously. We'll talk about the calling next week. How to find out your calling, we'll talk about it next week, okay? But think about this. Am I walking according to the book that is written about me? ഈ ലോകത്തിലെ വലിയ വലിയ ആൾക്കാർക്ക് മാത്രമല്ല ബയോഗ്രഫി ഉള്ളത്. There is a book written about you. Every moment of your life is written. Are we walking according to that call? Let every man examine himself. Hallelujah. Can we all stand up? Let's pray.
താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മഹനീയമായ സാന്നിധ്യത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടെന്ന് വാഗ്ദത്തം പറഞ്ഞ കർത്താവേ, അങ്ങ് വാസ്തവമായി ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ആ സ്തുതിയുടെ സിംഹാസനത്തിന്മേൽ അങ്ങ് ആരൂഢനായിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഇന്ന് പകൽക്കാലം കർത്താവ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ആ നിത്യതയിൽ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കുന്നവരായി ഞങ്ങൾ ഓരോരുത്തരും മാറുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ ഭയത്തിൽ കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെ പണിതെടുക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജനത്തെ അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ ആർക്കും കർത്താവെ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടുള്ള എന്നുള്ള ആ ശബ്ദം കേൾക്കുവാൻ ഇടവരരുതെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ നിത്യതയിൽ അങ്ങയോട് കൂടെ വസിക്കുവാൻ തക്കവണ്ണം, കർത്താവ് അങ്ങ് ഒരുക്കിയിട്ടുള്ള ആ നന്മകളെല്ലാം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് അങ്ങ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതായ സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. God bless you. Please be seated.